Hello everyone, welcome to CUT Tutorial, Kerala's #1 platform for commerce as well as humanities. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET 2025 നോട്ടിഫിക്കേഷൻ വന്നു. 24 വെച്ച് നോക്കുമ്പോൾ ദർ ആർ സം ഡിഫറൻസസ്. മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെ നിങ്ങൾക്ക് CUET എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആ ചേഞ്ചസ് എന്താണെന്ന് പ്രോപ്പർലി മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനും പ്രോപ്പർലി സ്ട്രാറ്റജൈസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ് എന്നുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 CUET മെയിൻലി ഹൈബ്രിഡ് എന്നായിരുന്നു പറഞ്ഞപ്പെടുന്നത്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും എഴുതാൻ പറ്റുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ആൾക്കാർ കൂടിയ പരീക്ഷകൾ, അതായത് നമ്മുടെ ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, സയൻസ് സബ്ജക്റ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓഫ്ലൈൻ, അതായത് നമ്മുടെ പെൻ ആൻഡ് പേപ്പറിലും നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുള്ള് നിങ്ങൾ കമ്പ്യൂട്ടറിൽ പോയി ടെസ്റ്റ് എടുക്കണം, അല്ലാതെ നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ ഇല്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എപ്പോഴും ഓൺലൈൻ വഴി ടെസ്റ്റും കാര്യങ്ങളും എടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം ഉണ്ടായത് നമ്പർ ഓഫ് സബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ടോട്ടൽ 6 സബ്ജക്റ്റ് വരെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കുറേ സബ്ജക്റ്റുകളൊക്കെ അവരങ്ങ് എടുത്ത് മാറ്റി. ഇപ്പോൾ നമുക്ക് മാക്സിമം എത്ര, 5 സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നമുക്കുള്ള ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മളുടെ ഡൊമൈൻ പേപ്പറുകളായിക്കോട്ടെ, ജനറൽ ടെസ്റ്റ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് 5 ടെസ്റ്റാണ് ഇനി മുതൽ എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയണം ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കണം, ഏതൊക്കെ എടുത്താൽ ഞാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടും എന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 5 സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അവിടെയാണ് ട്യൂട്ടോറിയൽ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ട്യൂട്ടോറിയത്തിൻ്റെ ഹാൻഡ് ബുക്ക് എസ്പെഷ്യലി ഹാവ് ഓൾ ദോസ് ഡോക്യുമെൻറ്റ്സ്. ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ കോമ്പിനേഷൻസ് നിങ്ങൾ എടുക്കണം, അതിലേതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ എത്തുമെന്നുള്ളത് CUET ട്യൂട്ടോറിയത്തിൻ്റെ ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ കമ്മിങ് ടു ദി എക്സാം, വീണ്ടും മാറ്റങ്ങളുണ്ട്. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേപ്പറിനും ടൈമിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതായത് പേപ്പേഴ്സ് സച്ച് ആസ് സയൻസ് സബ്ജക്ട്സിനൊക്കെ 1 മണിക്കൂർ, എന്നാൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ 45 മിനിറ്റ് എന്നുള്ള വ്യത്യാസം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം എന്ത് ചെയ്തു CUET, വ്യക്തമായിട്ട് അതിനെ മൊത്തം മാറ്റി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി മാറ്റി. എന്ന് വെച്ചാൽ എന്താ, ഇപ്പം എല്ലാ പരീക്ഷയും 60 മിനിറ്റ്സ് ആണ്. അതായത് 1 മണിക്കൂർ കൊണ്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ പ്രാവശ്യം CUET നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. സോ അതാണ് കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ വേറെ ഒരു വ്യത്യാസം. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആയിക്കോട്ടെ അവിടെ എന്താ, കുറച്ച് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നു. അതായത് ജനറൽ ടെസ്റ്റിലൊക്കെ 60 എണ്ണത്തിൽ 50 എണ്ണം മതിയായിരുന്നു. അങ്ങനെ ഒരു 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 നമ്പർ നമുക്കൊന്ന് കളിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ തരുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതും എടുത്ത് കളഞ്ഞു. ദാറ്റ് മീൻസ് വരുന്ന ചോദ്യങ്ങളെല്ലാം എന്താണ്, ഈ പ്രാവശ്യം കമ്പൽസറി ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല. 50 ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ 50 ചോദ്യങ്ങളും എഴുതിയേ പറ്റൂ. സോ ദാറ്റ് ഈസ് അനദർ ഡിഫറൻസ്. എന്താണ് ഈ പ്രാവശ്യം CUET വന്നത് 2024 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെയാണ് നമ്പർ ഓഫ് സബ്ജക്ട്സ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഏകദേശം 63 സബ്ജക്റ്റുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ മച്ച് ഓഫ് ലാംഗ്വേജസ് പേപ്പർ, ലോ പേപ്പർ, എൻജിനീയറിംഗ്, ഗ്രാഫിക്സ് എന്ന് പറയുന്ന പലതരം പേപ്പർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതെല്ലാം എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് അതിനെല്ലാം വേണ്ടി നമുക്കൊരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാക്കി. നേരത്തെ ജനറൽ ടെസ്റ്റ് ആണ്, അതിനെ ഈ പ്രാവശ്യം എന്തായി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ മാറ്റി. അപ്പം 63 നിന്ന് നമ്മൾ 37 ചുരുങ്ങി. അതായത് അധികം പേര് എഴുതാത്ത കുറേ സബ്ജക്ട്സ് CUET അങ്ങ് റിമൂവ് ചെയ്തിട്ട് അതിനെല്ലാം എന്താക്കി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് നേരത്തെ ജനറൽ ടെസ്റ്റ് എന്നറിയപ്പെട്ട സബ്ജക്റ്റിനെ ഈ പ്രാവശ്യം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് ചെയ്തു. സോ ദർ ആർ സം ചേഞ്ചസ് ആസ് വെൽ. ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കഴിഞ്ഞ വർഷത്തിൽ കാട്ടിലും 1-2 ടോപ്പിക്സ് എക്സ്ട്രായും കൂടി ആഡ് ആക്കി. അത് മാത്രമല്ല അതിൻ്റെ ഇമ്പോർട്ടൻസും ഭയങ്കരമായിട്ട് കൂടി.
പല പേപ്പേഴ്സിനും നേരത്തെ 2ഉം 3ഉം കോമ്പിനേഷൻസ് എടുക്കേണ്ടത് വരും. അതിന് പകരം ഇപ്പം ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മാത്രം എടുത്താൽ മതി. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ലോ എടുക്കുന്ന കുട്ടികൾ, ലോ ഭയങ്കര അസ്പയറിംഗ് ആയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എസ്പെഷ്യലി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരത്തെ ലീഗൽ സ്റ്റഡീസ് എടുക്കണമായിരുന്നു. ഇപ്പോൾ ലീഗൽ സ്റ്റഡീസ് എടുത്തങ്ങ് മാറ്റി. അപ്പോൾ എന്താ, ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി ലോയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദി മേജർ ചേഞ്ചസ്. അതായത് 2024 വെച്ച് നോക്കുമ്പോൾ 2025 ഇത്ര കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കിയിട്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാവർക്കും ഉണ്ടാക്കി. സോ ദാറ്റ് ആർ ദ മേജർ ചേഞ്ചസ്. ഇനിയും ഇത് തന്നെ അല്ലാതെ എങ്ങനെയാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വ്യത്യസ്തമാകുന്നതെന്നും നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. സോ ഇഫ് യു സി, ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ മോസ്റ്റ് ഓഫ് ദി കോഴ്സസ്. പല സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് BBA പോലുള്ള കോഴ്സുകൾ. അതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ സ്ഥിരം കാണാത്ത കോഴ്സുകളും. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ജനറൽ ടെസ്റ്റ് മാത്രം, ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ യൂണിവേഴ്സിറ്റി കോൾഡ് ആസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. അവിടെ പല കോഴ്സിനും നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റ് മാത്രം മതി. സോ അതുകൊണ്ട് തന്നെ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർ എന്താണ്, പല ലാംഗ്വേജസിന് പോലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സബ്ജക്റ്റാണ്. എന്താണ് ജനറൽ ടെസ്റ്റിനകത്ത് ബേസിക്കലി വരുന്ന ജസ്റ്റ് നോർമൽ സാധനങ്ങൾ എന്തുകൊണ്ട് ഇതിന് ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം, ഇതിനകത്ത് വരുന്ന ബേസിക് GK വരും, ബേസിക് ആയിട്ടുള്ള ക്വാണ്ട് വരും, അതായത് ബേസിക് ആയിട്ടുള്ള കണക്ക്, അതേപോലെ റീസണിങ് പോലുള്ള ഭാഗങ്ങൾ ബേസിക്കലി ഇതിനകത്ത് വരുന്നൊരു ഏരിയ ആണ്. അതിൻ്റെ കൂടെ 2024 നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചാൽ 2 ടോപ്പിക്സ് ആർ ബീങ് ആഡഡ് ദിസ് ടൈം. ഇതുവരെ ഇല്ലാതിരുന്ന 2 ടോപ്പിക് എക്സ്പെഷ്യലി ഈസ് വ്യക്തമായി എടുത്തു പറഞ്ഞ 2 സംഭവമാണ്. ഒന്ന് ജനറൽ സയൻസും, രണ്ടാമത് എന്താണ്, എൻവയറോൺമെൻറ്റൽ ലിറ്ററസി. ദാറ്റ് മീൻസ് ഈ പ്രാവശ്യത്തെ ചോദ്യത്തിൽ ഇതിൽ 2ൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സാഹചര്യത്തിലും ഈ 2 ടോപ്പിക്കിന് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുകയും വേണം. സോ CUET ട്യൂട്ടോറിയത്തിൽ നമ്മളുടെ കോഴ്സിനകത്ത് ഇതിന് 2നും സ്പെഷ്യൽ കോൺസെൻട്രേഷനും കൊടുക്കുന്നതായിരിക്കും. സോ ഒരു നോർമൽ രീതിയിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എടുത്താൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ CUETയിൽ മാക്സിമം നമ്പർ ഓഫ് കോളേജസിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആകാനും സാധിക്കും. സോ CUET ട്യൂട്ടോറിയത്തിൽ ബേസിക്കലി കൊമേഴ്സ് ആസ് വെൽ ആസ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനാണ് എക്സ്ട്രാ ഫോക്കസുകൾ കൊടുക്കുന്നത്. പ്ലസ് for science students who want to switch to these 2 subjects are also welcome here. നമ്മളപ്പോൾ എന്താണ് ചെയ്യണേ, what is our main speciality is our classes are 100% live. റെക്കോർഡിംഗ് മാത്രം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് തരികയല്ല, പകരം ലൈവ് ക്ലാസ്സസ് വെച്ചിട്ട് ഡയറക്റ്റ്ലി നിങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. അതേപോലെ നിനക്ക് ഹാർഡ് കോപ്പീസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബൈ പോസ്റ്റും കിട്ടുന്നതായിരിക്കും. പേഴ്സണലി നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ മെൻറ്റർഷിപ്പും കിട്ടും. CBT ആണ് ഈ പ്രാവശ്യത്തെ എക്സാം. സോ CBTയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടിയാണ് ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കണം, പലരും അത് ചെയ്തിട്ടുണ്ടാകത്തില്ല ഇതുവരെ, നമ്മൾ ബുക്കിലും പേനയിലും എഴുതി പഠിച്ചിരിക്കുന്നത്. സോ അതെങ്ങനെ സെറ്റാക്കാം എന്നുള്ള ടെസ്റ്റ് സീരീസ്, അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റ് ചാപ്റ്റർ വൈസും ഫുൾ ലെങ്ത് ടെസ്റ്റും അടങ്ങുന്ന കോഴ്സാണ് നമ്മൾ CUET ക്രാഷ് ബാച്ചിൽ കൊടുക്കുന്നത്. നിങ്ങൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണോ, നിങ്ങൾ ടോപ്പറിൽ നിൽക്കുന്നതാണോ, you will be having scholarship as well. You just need to contact us. Okay, so നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്നതും സെൻട്രൽ യൂണിവേഴ്സിറ്റി അലൂമിനൈസും റാങ്ക് ഹോൾഡേഴ്സുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ CUET handbook, which is a resource document having the important colleges as well as universities. അതേപോലെ തന്നെ ഓരോ കോഴ്സും എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരം ജോലികളും കരിയറുമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും ഉള്ള രീതിയിലുള്ള ഹാൻഡ് ബുക്കും നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഈസ് എ സ്പെഷ്യാലിറ്റി ഫോർ CUET ട്യൂട്ടോറിയം. അതേപോലെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനും തരും, വെറുതെ ക്ലാസ്സസ് തരികയല്ല.
നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ ഷെഡ്യൂൾ തരുന്നതായിരിക്കും. അതിലെങ്ങനെയാണ് ഓരോ ദിവസവുമുള്ള ടാർഗറ്റ്, ഒരാഴ്ചയിലുള്ള ടാർഗറ്റ്, ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് എങ്ങനെ ഇത് പ്രോപ്പർലി നമുക്ക് തീർക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് സെഷൻസ് പോകുന്നതായിരിക്കും. സോ ടാർഗറ്റ്സ് ഈസ് എ സ്പെഷ്യാലിറ്റി. അതേപോലെ തന്നെ ലേറ്റർ സ്റ്റേജസിലേക്ക് നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ സീരീസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പഠിച്ചതിനെ ഒന്നും കൂടി മിനുക്കി ചെയ്യുന്ന റിവിഷൻ സീരീസും കൂടി നമുക്ക് കാണുന്നതായിരിക്കും. പിന്നെ മെമ്മറി നല്ല രീതിയിൽ നിൽക്കാൻ ഫ്ലാഷ് കാർഡ്സ് ആസ് വെൽ ആസ് മൈൻഡ് മാപ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് റീകളക്ട് ചെയ്യാനുള്ള രീതിയിൽ ഉള്ള ഒരു നല്ല ഇക്കോസിസ്റ്റം തന്നെയാണ് ട്യൂട്ടോറിയം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സോ മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. സോ ട്യൂട്ടോറിയത്തിൻ്റെ റിസോഴ്സ് ഫാക്കൽറ്റീസും ആർ വെയിറ്റിംഗ് ഫോർ യു. സോ കം ആൻഡ് ജോയിൻ അസ്. കൂടെയുണ്ട് ട്യൂട്ടോറിയം. താങ്ക് യു.